ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഗ്രനോള ആർക്കിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തേക്കാം. അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു അൺനോൺ പ്ലേസ് ആണ് കാണിക്കുന്നത്. ഈ ഒരു പ്ലാനറ്റിന്റെ പേരാണ് സീരിയൽ. ഈ ഒരു സീരിയൽ പ്ലാനറ്റിൽ ഒരുപാട് പേർ മരിച്ചതായിട്ടും നമുക്ക് കാണിക്കുന്നു. അതുപോലെ തൊട്ടടുത്തായി ഫ്രീസയുടെ ഒരു സ്പേസ് ഷിപ്പും. അതുപോലെ ചില ഗൊറില്ലാസ് ഈ ഒരു പ്ലാനറ്റ് തന്നെ അറ്റാക്ക് ചെയ്യുന്നു. ഗൊറില്ലാസ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗ്രേറ്റ് ടേപ്സ് തന്നെ. അങ്ങനെ ഇത് ഗ്രേറ്റ് ടേപ്സ് ആണെന്ന് റിവീൽ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സമയം നമ്മുടെ ഗ്രനോള ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കും. അപ്പോൾ തന്നെ ഓട്ട്മീൽ, എന്തു പറ്റി ഗ്രനോള, നീ പിന്നെയും ആ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കും. അതൊന്നും കാര്യമാക്കാതെ ഗ്രനോള ഏതെങ്കിലും സ്പേസ് ഷിപ്പ് നമ്മളെ നോക്കി വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഓട്ട്മീൽ പറയും, ഇല്ല, നീ ധൈര്യമായി വിട്ടോ എന്നും പറയുന്നു. അങ്ങനെ 7-3യെയും എടുത്ത് നമ്മുടെ ഗ്രനോള സ്പേസ് ഷിപ്പിൽ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഓട്ട്മീൽ പറയും, ഇനിയും അവിടെ എത്താൻ ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ട് നീ കുറച്ച് സമയം ഉറങ്ങി റെസ്റ്റ് എടുത്തോ എന്നും പറയുന്നു. ഗ്രനോള പറയും, അതൊന്നും കുഴപ്പമില്ല, നീ ഇപ്പോഴും ഫ്രീസയുടെ ആർമിയെ ഭയന്നാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമ്മുടെ ഓട്ട്മീൽ ഗ്രനോളയോട് ചോദിക്കും. അതെ, നീ അങ്ങനെ തന്നെ വിചാരിച്ചോ എന്നും ഗ്രനോള ഓട്ട്മീലിനോട് പറയുന്നു. ഓട്ട്മീൽ പറയും, ഞാൻ അറിഞ്ഞിടത്തോളം ഫ്രീസ ഓൾറെഡി മരിച്ചു, കൂടാതെ ഇപ്പോൾ ഫ്രീസ ഫോഴ്സ് തന്നെ ഇല്ല, പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും ചോദിക്കുന്നു. ഈ സമയം ഗ്രനോള മറ്റൊരു കാര്യം പറയും, ഫ്രീസ മാത്രമല്ല കുഴപ്പക്കാരായിട്ടുള്ളത്, ആ സെയ്യൻസും ഇതിലുണ്ട്. പക്ഷെ ഫ്രീസ ഓൾറെഡി ആ സെയ്യൻ പ്ലാനറ്റ് തന്നെ ഡിസ്ട്രോയ് ചെയ്തു. ഇപ്പോൾ ഒരു സെയ്യനും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് റിവെഞ്ച് എടുക്കണം എന്ന ഒരു ആഗ്രഹവും ഇല്ലാതായി. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഈ ഒരു സ്വപ്നം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും നമ്മുടെ ഗ്രനോള പറയും. അടുത്തത് നമ്മുടെ ഗോക്കുവിനെയാണ് കാണിക്കുന്നത്. ഗോക്കു ഇപ്പോൾ നമ്മുടെ ബീറസിന്റെ പ്ലാനറ്റിലാണ് ഉള്ളത്. അവിടെ നമ്മുടെ ഓറക്കൽ ഫിഷിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഗോക്കു. അങ്ങനെ ഒരു വിധത്തിൽ പിടിച്ച് നമ്മുടെ വിസ് ഡോക്ടറിനെ പോലെ സിറിഞ്ച് വെച്ച് ആ ഓറക്കൽ ഫിഷിനെ മയക്കും. വിസ് പറയും, ഈ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഓറക്കൽ ഫിഷ് ഉറങ്ങും. ഈ ഓറക്കൽ ഫിഷിന് ഇൻസോമീനിയ ഉണ്ടെന്നും പറയുന്നു. വെജീറ്റ ചോദിക്കും, ഇങ്ങനെയുള്ള മീനുകൾക്കും ഇൻസോമീനിയ ഉണ്ടോ? വിസ് പറയും, ഇപ്പോഴുള്ള ചെറിയ കുട്ടികൾക്ക് തന്നെ ഇതുണ്ട്, അപ്പോഴാണ് ഒരു മീനിന്. ഗോക്കു ചോദിക്കും, ഈ ഡോസ് കൊടുത്തിട്ടും എന്താണ് ഈ ഓറക്കൽ ഫിഷ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത്? വിസ് പറയും, ഇപ്പോൾ ഓറക്കൽ ഫിഷ് ഉറങ്ങുകയാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും. അത് കൂടാതെ എപ്പോഴൊക്കെ ഓറക്കൽ ഫിഷ് ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നോ, അതായത് ഈ ഇൻസോമീനിയ കണ്ടീഷനിലുണ്ടോ, ആ ഒരു സമയം യൂണിവേഴ്സിൽ ഒരു വലിയ ബാറ്റിലോ അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുമെന്നും യൂണിവേഴ്സിൽ വലിയ യുദ്ധമോ അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുമെന്നാണ് പറയാറ്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം വരുന്നു എന്നല്ലേ അതിന്റെ ഒരു സൂചന. ഈ സമയം ഗോക്കു പറയും, അപ്പോൾ ഏതോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൈറ്റർ വരുന്നു എന്നല്ലേ അതിനർത്ഥം എന്ന് പറയുമ്പോൾ തന്നെ വെജീറ്റ പറയും, ഇത് നിനക്ക് നിർത്താനായില്ലേ? ഈ ഒരു സമയമായിരിക്കും നമ്മുടെ ബിയറസ് മരത്തിൽ നിന്ന് ചാടി ഇറങ്ങി, ഡാ ഗോക്കു, സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫൈറ്ററെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വഴിക്കേ വന്നു പോകരുത്, നീ എന്ത് ചെയ്താലും അവസാനം അതൊക്കെ എന്റെ തലയിലാണ് വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിസ് പറയും, എന്നാൽ പിന്നെ നമുക്ക് ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിസ് പറയുന്നു. അങ്ങനെ ഗോക്കു ഒന്ന് ജസ്റ്റ് കണ്ണ് ചിമ്മി ഒന്ന് തുറക്കുമ്പോഴേക്കും മാസ്റ്റേർഡ് അൾട്രാ ഇൻസ്റ്റിക്റ്റിലേക്ക് പോകുന്നു. എന്നിട്ട് ചാടി മുകളിലേക്ക് പോയി മിററിംഗ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ഗോക്കുവിനൊക്കെ ഉണ്ടാക്കി വിസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. വിസ് ഇതൊക്കെ ഈസിയായി കണ്ടുപിടിച്ച് ഒറിജിനൽ ഗോക്കുവിനെ മുകളിൽ നിന്നോ താഴേക്ക് അടിച്ചിടുന്നു. അങ്ങനെ ഇവർ ഓരോന്നൊക്കെ പറഞ്ഞ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ബിയറസും വെജീറ്റയും ഇവരുടെ ട്രെയിനിങ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു സമയം വെജീറ്റ ചോദിക്കും, ഈ വിസിന് അൾട്രാ ഇൻസ്റ്റിക്റ്റ് ട്രാൻസ്ഫോർമേഷനിൽ മാറിയിട്ടാണോ ഗോക്കുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്? അപ്പോൾ ബിയറസ് പറയും, പൊതുവെ ഏഞ്ചൽസിന് ട്രാൻസ്ഫോർമേഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഓൾറെഡി എപ്പോഴും ഒരു ട്രാൻസ്ഫോർമേഷനിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഇവരുടെ ഫൈറ്റില് വിസ് ഗോക്കുവിനോട് പറയും, നിനക്ക് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും, നീ ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിനക്കായിട്ട് തന്നെ ഒരു സ്പേസ് അവിടെ കൊടുക്കണം. അങ്ങനെ ഒരുപാട് ടിപ്സ് ഒക്കെ നമ്മുടെ വിസ് ഗോക്കുവിന് പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ മറ്റൊരു കാര്യം കൂടി നമ്മുടെ വിസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ മീറസിനെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നും അവനേക്കാൾ നല്ല രീതിയിൽ അൾട്രാ ഇൻസ്റ്റിക്റ്റ് എനിക്ക് യൂസ് ചെയ്യാൻ കഴിയുമെന്നും എന്റെ ഫാദർ ആയിട്ടുള്ള ഗ്രാൻഡ് പ്രീസ്റ്റ് എന്നെക്കാളും ക്രിസ്റ്റൻ ക്ലിയറിൽ അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്ത ഒരാളാണെന്നും ഒക്കെ അൾട്രാ ഇൻസ്റ്റിക്റ്റിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഗോക്കു പറയും, അപ്പോൾ ഞാൻ നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് താഴെയാണല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരങ്ങനെ ട്രെയിനിങ് ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ ഫൈറ്റ് കാണുന്ന ബിയറസ് വെജീറ്റയോട് ചോദിക്കും, അവൻ മാസ്റ്റേർഡ് അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാസ് കാണിക്കുമ്പോൾ നിനക്കും അതുപോലെയൊക്കെ ആകേണ്ടേ? വെജീറ്റ പറയും, അതൊന്നും എനിക്ക് സെറ്റായില്ല, പക്ഷേ നിന്നെ കണ്ടിട്ട് നിനക്കും അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്യാൻ കഴിയുമല്ലോ എന്ന് ബിയറസ് തിരിച്ചു പറയും. അൾട്രാ ഇൻസ്റ്റിക്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും വഴിയിൽ ഞാൻ ഗോക്കുവിനെ സർഫസ് ചെയ്യണം എന്നും വെജീറ്റ പറയുന്നു. ബിയറസ് പറയും, അതൊക്കെ നിന്റെ ഇഷ്ടം, ഈ ഒരു
അൾട്രാ ഇൻസ്റ്റിക്റ്റ് എന്ന് പറയുന്നത് ഗോഡ്സ് ഉപയോഗിക്കുന്ന പവേഴ്സ് അല്ല, അത് ഏഞ്ചൽസ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ്. നമ്മളെ പോലെയുള്ള ഡിസ്ട്രക്ഷൻ ഗോഡ്സ് ഉപയോഗിക്കുന്നത് വേറൊരു പവർ ആണെന്നും പറയുന്നു. ഇത് കേട്ടയുടൻ തന്നെ വെജിറ്റ ചോദിക്കും, അപ്പോൾ എന്ത് ടെക്നിക്കാണ് നിങ്ങൾ യൂസ് ചെയ്യാറ്? ബിയറസ്, അതിനെപ്പറ്റി പറയാനൊന്നും എനിക്ക് സമയമില്ല, എനിക്കിപ്പോൾ ബോറടിക്കുന്നു, ഞാനൊന്ന് ലൈറ്റായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡിലോട്ട് പോകുന്നു. അതിനിടയിൽ ബിയറസ് പറയും, ഞാൻ ട്രെയിനിങ് ചെയ്യുന്നതിനിടയിൽ അതിലേതെങ്കിലും ഒരു മൂവ് നീ കണ്ട് നിനക്ക് ഈസിയായി വേണമെങ്കിൽ പഠിച്ചെടുക്കാമൊക്കെ പറയുന്നു. അതുപോലെ എന്തെങ്കിലും ഗോഡ്സ് ടെക്നിക്കൊക്കെ വേണമെങ്കിൽ പഠിച്ചോ എന്ന രീതിയിൽ വെജിറ്റയെ ഇൻഡയറക്റ്റ് ആയിട്ട് ബിയറസ് വിളിക്കുന്നു. വെജിറ്റ 1 മിനിറ്റ് ഞാനൊന്ന് വരാമെന്ന് പറഞ്ഞ് ബിയറസിന്റെ കൂടെ പോകുന്നു. അങ്ങനെ അടുത്തതായി വേറൊരു പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. ആ ഒരു പ്ലാനറ്റിലുള്ള ഒരു പാലസും കാണിക്കുന്നു. ഈ ഒരു പ്ലാനറ്റിൽ OG-73യെ ഒരു ചേംബറിൽ അടച്ചു വെച്ച് നമ്മുടെ ആശാൻ നടന്നു പോകുന്നു. അതിനിടയിൽ ഒരു ക്യാരക്ടർ വന്നു, ഗ്രനോള നീ എന്താ എടുത്തിട്ട് പോകുന്നതൊക്കെ ചോദിച്ച് ഇന്നും നീ മോഷ്ടിച്ചു വന്നോ എന്നൊക്കെ ചോദിക്കുന്നു. അതുപോലെ നമ്മൾ രണ്ടുപേരും പോയി ഒരുമിച്ചാണ് ഇത് മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് അവർ തരുന്ന റിവാർഡ് രണ്ടുപേർക്കും വാങ്ങിയാലോ എന്നൊക്കെ ചോദിക്കുന്നു. ഈ സമയം കാമായിട്ടുള്ള ഗ്രനോള നീ തൊട്ടാൽ നിന്റെ കഥ ഇവിടെ തന്നെ തീരുമെന്ന് പറയുന്നു. അങ്ങനെ ഗ്രനോള പാലസിന്റെ അകത്തെത്തുന്നു. അപ്പോൾ തന്നെ പാലസിനുള്ളിൽ 4 ആൾക്കാരെ കാണിക്കുന്നു. ഇതിൽ മെയിൻ ആയിട്ടുള്ള ആളെ പേരാണ് എലക്ക്. എലക്ക് പറയും, എത്ര നാളായി ഗ്രനോള നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നീ എന്താണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നു. നമ്മുടെ ഗ്രനോള ഇവർക്ക് വേണ്ടിയാണ് OG-73യെ കൊണ്ടുവന്നത്. അങ്ങനെ അവിടെയുള്ള ആൾക്കാർ ഇത് ചെക്ക് ചെയ്ത് ഇത് OG-73 തന്നെയാണെന്ന് കൺഫേം ചെയ്യുന്നു. അപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാർ ഗ്രനോളയെ പുകഴ്ത്തുന്നു. അങ്ങനെ എലക്ക് നമ്മുടെ ഗ്രനോളക്ക് റിവാർഡ്സ് ഒക്കെ കൊടുക്കുന്നു. ഈ സമയം ഗ്രനോള ചോദിക്കും, ഇവനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്, കോഡ് ഉണ്ടാക്കാനാണോ എന്നൊക്കെ ചോദിക്കും. എലക്ക് പറയും, എനിക്ക് ആർമി ഒന്നും വേണ്ട, ജസ്റ്റ് എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉപകാരപ്പെടും, അതുപോലെ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്യാം, എനിക്ക് ഇഷ്ടം പോലെ പണമുള്ളത് കൊണ്ട് അതിനെപ്പറ്റിയൊരു പേടി വേണ്ട എന്നൊക്കെ നമ്മുടെ എലക്ക് പറയുന്നു. ഗ്രനോള പറയും, അവസാനം പണം തന്നെ എല്ലാവർക്കും വേണം. ഗ്രനോള ചോദിക്കും, അടുത്ത എന്റെ ജോബ് എന്താണ്? അതിനിടയിലാണ് എലക്ക് പറയുന്നത്, ഫ്രീസ ഇപ്പോഴും ജീവനോടെയുണ്ട്, ഫ്രീസ റിവൈവ് ആയി വന്നു. ഇത് കേട്ടയുടൻ തന്നെ ഗ്രനോള ഷോക്കാകും. അവൻ എങ്ങനെ ജീവനോടെ വന്നു? എലക്ക് പറയും, അതിനെപ്പറ്റി എനിക്കും അറിയില്ല, ഫ്രീസ ഉള്ളിടത്തോളം നമ്മളുടെ കാര്യങ്ങൾ ശരിയായി നടക്കില്ല, എന്തു ചെയ്യാനാ, ഈ ലോകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഗ്രനോള പറയും, അവനെ എങ്ങനെയെങ്കിലും കൊന്നേ പറ്റൂ, എന്റെ പീപ്പിൾസിന് വേണ്ടി ഇതെങ്കിലും എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് എലക്കിനോട് ചോദിക്കും, ഫ്രീസ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? എലക്ക് പറയും, നിനക്കും റിവെഞ്ചോ, നിന്നേക്കാൾ എത്രയോ മടങ്ങ് സ്ട്രോങ് ആണ് ഫ്രീസ, നിനക്ക് അവന്റെ മുന്നിൽ നേരെ നിൽക്കാൻ കൂടി കഴിയില്ല എന്നും പറയുന്നു. ഗ്രനോള, അത് ഞാൻ നോക്കിക്കോളാം, എവിടെയാണ് ഫ്രീസ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പിന്നിൽ നിന്ന് ഗ്യാസ് എന്നൊരു ക്യാരക്ടർ വന്ന് ഗ്രനോളയെ ലോക്ക് ചെയ്യുന്നു. എലക്ക് പറയും, എന്ത് ചെയ്താലും നിനക്കൊരു എടുത്തുചാട്ടം കൂടുതലാണ് ഗ്രനോള, നിനക്ക് ഫ്രീസയോടുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാകും, നീ ഇപ്പോൾ ഫ്രീസയുടെ അടുത്ത് പോയാൽ നിനക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, നീ റിവെഞ്ച് എടുക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് റിവെഞ്ച് ആയിരിക്കണം എന്നൊക്കെ പറയും. അവന് ഇപ്പോൾ ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഫോഴ്സും അവന് വേണ്ടി തന്നെ ഒരു ആർമി, അവന് തന്നെ ഒരു പ്ലാനറ്റ്, ഈ ഒരു യൂണിവേഴ്സ് തന്നെ റൂൾ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ ഫ്രീസ ഉള്ളത്. ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഗ്രനോളക്ക് മനസ്സിലാകും, ഓക്കെ. അപ്പോഴേക്കും ആ ഒരു ഗ്യാസ് എന്ന ക്യാരക്ടർ അവനെ ലോക്ക് ചെയ്തതിൽ നിന്നും റിലീസ് ചെയ്യുന്നു. എലക്ക്, നീ നല്ലതുപോലെ റെസ്റ്റ് ഒക്കെ എടുക്കുക എന്ന് ഗ്രനോളയോട് പറഞ്ഞ് ഗ്രനോള പാലസ് വിട്ട് പുറത്തു പോകുന്നു. അതിനുശേഷം എലക്കും അവരുടെ ആളുകളും തമ്മിൽ സംസാരിക്കുന്നു. എലക്ക് ഗ്യാസിനോട് പറയും, ഞാൻ കുറച്ച് കാമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഗ്രനോള അനങ്ങാതെ അവിടെ ഇരുന്നത്, അല്ലെങ്കിൽ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാകുമെന്നും എലക്ക് ഗ്യാസിനോട് പറയും. ഗ്യാസ് പറയും, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, നിന്നേക്കാൾ പവർഫുൾ ആണ് ഗ്രനോള, അത് നീ മനസ്സിലാക്കണം. എലക്ക് പറയും, എന്തായാലും ഗ്രനോള വെറുതെ ഇരിക്കില്ല, ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് തന്നെ അറിയില്ല, പക്ഷെ കാമായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാമെന്ന് പറയുന്നു. അതിനുശേഷം ജുനോ ദ അൾട്ടിമേറ്റ് ഇന്റൽ ബ്രോക്കർ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കണമെന്നും പറയുന്നു. ഡ്രാഗൺ ബോൾ സൂപ്പറിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ കാണിച്ചു തന്നിട്ടുണ്ട്, സീരീസ് കണ്ടവർക്ക് ഇത് മനസ്സിലാകും. അങ്ങനെ അവസാനം ബിയറസിന്റെ പ്ലാനറ്റിലെ ഓറക്കൽ ഫിഷിനെയാണ് കാണിക്കുന്നത്. ആ ഒരു ഓറക്കൽ ഫിഷ് ഉറങ്ങിക്കൊണ്ട് യൂണിവേഴ്സ് 7ൽ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വാരിയർ വരാൻ പോകുന്നു എന്നൊക്കെ ഉറങ്ങിക്കൊണ്ട് പിച്ചും പേയും ഒക്കെ പറയുന്നു. ഇതോടെ പാർട്ട് 2 അവസാനിക്കുന്നു. നിങ്ങൾ എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് വേഗം തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത്. ഇനി പാർട്ട് 3യുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരാം.